ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടും അവൻ? ഇല്ല, അവൻ ചാടില്ല. അവന് പിടിക്കാൻ വേണ്ടി അതിന് പുറത്തുള്ള വൈദ്യുതി കമ്പി, വലിയ ചെറിയ ജനാലയുടെ കമ്പി അതയാൾ മുറിക്കുകയാണ്. ഒരു കൈ കൊണ്ട് ശേഷിയില്ലാതെ ഒരു കൈ കൊണ്ട് അത് മുറിച്ച് രാത്രി 1:15 ഇയാൾ പുറത്തിറങ്ങി ഉടുത്തിരുന്ന തുണിയെടുത്ത് വടമാക്കി മാറ്റി അത് വെച്ച് ഈ കമ്പിയിൽ കെട്ടി. അത് അതീവ സുരക്ഷയുള്ള സ്ഥലമാണ്. അതിക്രൂരമായിട്ടാണ് നമ്മുടെ സൗമ്യ കൊല ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് ഇയാൾ ഇത്രയും ശക്തി ആ കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രയോഗിച്ചിരുന്നു എന്നാണ് ഫോറൻസിക് പരിശോധന ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ. അപ്പോൾ ഇയാളൊരു കൊടും കുറ്റവാളിയാണ്. ഇയാൾ ഇതെല്ലാം അപ്രൂവ് ചെയ്യും. അല്ല, അതെ, സൗമ്യയുടെ കാര്യങ്ങൾ അത്രയും ക്രൂരമായിട്ടാണ് അവൻ ചെയ്തത്. ആ കുട്ടീനെ ചെയ്യാത്തത് ഒന്നുമില്ല അവൻ. പക്ഷെ ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേന് ഒരുപാട് സത്യം പറഞ്ഞ മനസ്സിലാവുന്നില്ല. അത് തീർച്ചയായിട്ടും അമ്മയുടെ ഈ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് പ്രോസിക്യൂഷനും എല്ലാവരും വാദിച്ചത്. നിർഭാഗ്യവശാൽ നമ്മൾ കോടതിയിൽ തോറ്റുപോയി. എന്തായാലും അമ്മയ്ക്കും ആശങ്കയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനധികം അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ഇത് ജനം അയാളെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞത്, ജനം ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് പിടിക്കുക. അതായത് അവിടെയുള്ള ഓരോ മനുഷ്യരും പോലീസായി ഇയാളെ പിടികൂടുക എന്നുള്ളതാണ് അത്യാവശ്യം, അല്ലേ? കണ്ണൂർ സെൻട്രൽ ജയിലിന് ഗോവിന്ദസ്വാമി ജയിൽ ചാടി പോലും ഞാൻ എവിടെ ഞാൻ ചെല്ലുമ്പോഴും ഏത് നാട്ടിലും ചോദിക്കും സൗമ്യയുടെ അമ്മയല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു ജനം ഒരിക്കലും മറക്കില്ല. അപ്പൊ ഇവര് മറക്കുവോ? ചാത്തടയുന്നവര് ഇവരെ മറക്കില്ല. അവന്റെ മരണമാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് നേരെ രാവിലെ കൂടി ഞാൻ അത് ചിന്തിച്ചൊക്കെ ആയത് എന്നെണീക്കണത്. അവന്റെ മരണം മാത്രം വിശാലമായിട്ടൊക്കെ നിലപാടെടുക്കുമ്പോഴും അമ്മ പറയുന്ന വാചകങ്ങൾ ശരിയല്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു നിമിഷമാണിത്. അത് അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരാളുടെ മരണം ആഗ്രഹിക്കുന്നത് ശരിയാണെന്നൊക്കെ തോന്നാം. പക്ഷേ അമ്മയുടെ നമുക്ക് ബോധ്യമാകുന്നു. അത് ആ അർത്ഥത്തിൽ ബോധ്യമാകുന്നു. അമ്മ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്ന് ബോധ്യമാകുന്നു. അത് ഈ ഗോവിന്ദസ്വാമിയോടുള്ള പ്രതികാരമൊന്നുമല്ല. പക്ഷേ അമ്മമാരുടെ കണ്ണീര് വരാൻ ഇടയാവുന്നത് കൊണ്ടാണ് അമ്മ ഇത് പറയുന്നത്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അത് കാരണം തന്നെയാണ് ഞാനത് സംസാരിക്കുന്നത്. കാരണം എന്റെ മകൾ അനുഭവിച്ച ദുരിതം ഇനിയൊരു പെൺകുട്ടി ഈ ഭൂമിയിൽ അനുഭവിക്കരുത്. അതാണ് എനിക്ക് വേണ്ടത്. എന്റെ മകൾ അത്രയേറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. പാവന്റെ മോള്. അമ്മയുടെ ഈ കണ്ണീര് കണ്ണൂരെ മനുഷ്യർ കാണുന്നുണ്ട്, പോലീസും സംവിധാനവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടാവും അമ്മ. എനിക്കറിയാം ഏറെ സങ്കടകരമായ നിമിഷമാണ്. അമ്മയുടെ കണ്ണീര് തോരുന്നില്ല. താങ്ക് യു അമ്മ. ഈ രാവിലെ വിളിക്കണ കാരണം കൊണ്ട് അവളെ മറക്കാത്ത കാരണം കൊണ്ടാണ്. എനിക്ക് മനസ്സിലായി അമ്മ, എനിക്ക് മനസ്സിലായി അമ്മ. എന്തായാലും ആ വാർത്ത എത്രയും പെട്ടെന്ന് അമ്മയിലേക്ക് ഞങ്ങൾ തന്നെ അറിയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എത്രയും പെട്ടെന്ന് നല്ല വാർത്ത അമ്മയെ അറിയിക്കും. ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് അറിയിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഗോവിന്ദസ്വാമിയുടെ രക്ഷപ്പെടൽ അമ്മ സംശയിക്കുന്നത് പോലെ മറ്റേതെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൗമ്യയുടെ അമ്മയുടെ കണ്ണീര് തുടയ്ക്കണം. ഈ ഒരു അമ്മയ്ക്കും ഇങ്ങനെ കണ്ണീരിയാൽ കാരണം ഉണ്ടാവരുത്. അതീവ കുറ്റവാളിയായ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന കൊടും ക്രിമിനലായ ഗോവിന്ദസ്വാമിയെ നമുക്ക് തെരഞ്ഞുപിടിച്ചു കൊണ്ട് എത്തിക്കേണ്ടതുണ്ട്. കണ്ണൂരിലെ നല്ല മനുഷ്യരും പൊതുജനങ്ങളും ഒക്കെ സഹകരിക്കുക. ഇയാളെ പോലെ രൂപസാദൃശ്യമുള്ള കൈക്ക് സ്വാധീനശേഷിയില്ലാത്ത, അതായത് കൈപ്പറ്റി അറ്റുപോയ ആളാണ്. ഒരിക്കൽ കൂടി ഫീച്ചർ ചെയ്യാൻ പറയുന്നത് ഇയാളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ തന്നെ സൗമ്യയുടെ അമ്മ പറയുന്നത് പോലെ തന്നെ ഒരു പോലീസായി നിങ്ങൾ തന്നെ മാറുക. അയാളെ മർദ്ദിക്കുകയോ കൊലപ്പെടുത്തുകയോ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പകരം ഇയാളെ ഒരു മരണമാണ് ഒരു അമ്മ ആഗ്രഹിക്കുന്നു പറയണമെങ്കിൽ എത്രത്തോളം ആ അമ്മയുടെ മനസ്സ് നൊന്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് ആ വേദനയുടെ മാത്രമല്ല, ഇനി ഒരു അമ്മയ്ക്കും അങ്ങനെ വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇയാളെ മാതൃകാപരമായി പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. താങ്ക് യു അമ്മ നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്. നമുക്കിപ്പം അർജുൻ കല്യാൺ തുടരുന്നുണ്ട്. VS രഞ്ജിത്തും റോഷിപാലും TV പ്രസാദും നമുക്കിപ്പം തുടരുന്നുണ്ട്. പ്രിയ പക്ഷേ 9446899506 ഈ നമ്പറിൽ നിങ്ങൾ
ബന്ധപ്പെടുക. കണ്ണൂരിലെ നല്ലവരായ മനുഷ്യരോടാണ് ഗോവിന്ദസ്വാമിയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പിടികൂടി മാതൃകാപരമായി പിടികൂടി പോലീസിൽ നിങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് മാത്രമാണ്. നമുക്ക് വധശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല, പക്ഷേ മാതൃകാപരമായി പിടികൂടാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മാതൃകാപരമായി തന്നെ നമ്മൾ എല്ലാവരും ചെയ്യണം. അത് ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിലെ ഓരോ സ്ത്രീയുടെയും ഓരോ മനുഷ്യന്റെയും ജീവന് അപകടത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരാളാണ്. ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനം ഇനിയും നമ്മൾ വൈകിയാൽ വിട്ടുപോയേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിട്ടുപോയാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾ എത്തുകയാണെങ്കിലും അവിടെയും ഇയാൾ ആക്രമിക്കുന്നത് നമ്മളെ പോലുള്ള ഈ സൗമ്യയെ പോലെയുള്ള പെൺകുട്ടികളെ ആയിരിക്കും, നമ്മുടെ സഹോദരികളെ തന്നെയായിരിക്കും. ഇയാൾ സമൂഹത്തിന് സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്ന കാര്യത്തിൽ ഒരു